പാട്. എന്റെ ഒരു കൈ എവിടെയാണ്? Let's go. ഹലോ, വെൽക്കം ടു മൈ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഹാപ്പി ലാൻഡിൽ പോയ ഒരു വൺ ഡേ ട്രിപ്പിൻ്റെതാണ്. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് അവിടെ എത്തിയത്. വീക്ക് ഡേയ്സിലാണ് ഞങ്ങൾ പോയത്. അവിടെ എത്തിയത് നേരെ പോയി ടിക്കറ്റ് എടുക്കുമായിരുന്നു. അഡൾട്ട്സിന് വീക്ക് ഡേയ്സിൽ 650 വീക്കെൻഡിൽ 700 കിഡ്സിന് അവരുടെ ഹൈറ്റിനനുസരിച്ചാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. അവരൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്, ഹൈറ്റ് ലിമിറ്റ്. അതിന് താഴെ വരുന്ന കിഡ്സിന് വീക്ക് ഡേയ്സിൽ വരുന്ന 520 വീക്കെൻഡിൽ 570 റേറ്റ് വരുന്നത്. പിന്നെ നമ്മൾ പോയി ലോക്കറിൻ്റെ കീ എടുക്കുമായിരുന്നു. അതിനൊരു ഡെപ്പോസിറ്റ് എമൗണ്ട് ഉണ്ട്. വലിയ ലോക്കർ വേണമെങ്കിൽ 300 റുപ്പീസാണ്. അതിൽ 200 അവർ റീഫണ്ട് ചെയ്യും, 100 അവർ എടുക്കുന്നതായിരിക്കും. പിന്നെ ഒരു മീഡിയം സൈസ് ലോക്കർ ആണെങ്കിൽ 200 ആണ് വരുന്നത്. അല്ല 100 അവരെടുത്തിട്ട് 100 നമുക്ക് റീഫണ്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ ചെറിയ സൈസ് ലോക്കറാണ് എടുക്കുന്നതെങ്കിൽ 100 റുപ്പീസാണ്, അത് അവർ റീഫണ്ട് ചെയ്യത്തില്ല. പിന്നെ ലോക്കറെല്ലാം എടുത്ത് എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ അകത്തോട്ട് കയറുവാണ്. ഈ വീഡിയോ കാണുന്നവർ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ ദിസ് വീഡിയോ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. താങ്ക് യു. ഞങ്ങൾ ആദ്യം തന്നെ പോയത് ബുൾ റൈഡിലേക്കാണ്. പക്ഷേ അതിൽ കയറാനായിട്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആകെ രണ്ട് പേര് മാത്രമേ ധൈര്യം കാണിച്ചുള്ളൂ. ഇതൊക്കെ എന്ത് ഈശ്വരോ, ഇതെന്തൊരു പാട്. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. പിന്നീട് നമ്മൾ പോയത് 5D തിയേറ്ററിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ കണ്ണാടിയൊക്കെ വെച്ച് തിയേറ്ററിനുള്ളിൽ കയറാനായിട്ട് വെയിറ്റിംഗ് ആണ്. ഈ 5D തിയേറ്റർ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സീറ്റൊക്കെ അത്യാവശ്യം നല്ല ഷേക്കിംഗ് ആയിരുന്നു. പിന്നെ ഈ പ്രായമായവർക്കും കുട്ടികൾക്കും കുറച്ച് പേടിയുള്ളവർക്കൊക്കെ ആയിട്ട് ഫ്രണ്ടിൽ കുറച്ച് സീറ്റുണ്ട്. അത് ഷേക്ക് ആവാതെ തന്നെ അവർക്ക് എൻജോയ് ചെയ്യാം. പിന്നീടുള്ള ഞങ്ങൾ പോയ റൈഡ് എന്ന് പറയുന്നത് മിറർ മേസ് ആണ്. ഈ മിറേഴ്സ് വെച്ചിട്ട് ഫുൾ മിറേഴ്സ് ആയിരിക്കും. നമ്മൾ അതിൻ്റെ വഴി കണ്ടുപിടിക്കണം. മിറേഴ്സിലൊന്നും തട്ടാതെ തന്നെ നമ്മൾ വഴി കണ്ടുപിടിക്കുക. അതായിരുന്നു ഈ റൈഡ്. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് ഞാൻ വേറൊരു അമ്യൂസ്മെൻറ്റ് പാർക്കിൽ ഞാൻ കണ്ടിട്ടില്ല. എനിക്കറിയില്ല വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന്. പക്ഷേ ഞാനിതുവരെ കണ്ടിട്ടില്ല. ഇതെൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു റൈഡായിരുന്നു, നല്ല എൻജോയ്മെൻ്റ് ഉണ്ടായിരുന്നു. വഴി കണ്ടുപിടിച്ച് പുറത്തെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കയറുന്ന റൈഡ് ഇതാണ്. ഇതിലൂടെ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് തല കറങ്ങുന്ന വലിയൊരു ഫീൽ ഉണ്ടാവും. ശരിക്കും തല കറങ്ങില്ല, പക്ഷേ അതിൽ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുമ്പോൾ നമ്മൾ അതുപോലെ മൂവ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഫീൽ ആവുന്നതാണ്. ഇതിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് പോലത്തെ ഒരു റൈഡിലാണ്. ഇതിന് ചുറ്റും മിറേഴ്സ് തന്നെയാണ്. സൈഡുകളിലും മേളിലും താഴോട്ടും ഒക്കെ നോക്കിയാൽ നമ്മുടെ റിഫ്ലക്ഷൻസ് കാണാം. ഫുൾ കംപ്ലീറ്റ് മിറേഴ്സാണ്. ഗായ്സ്, ഈ റൈഡ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലായിരുന്നു. നല്ല രസമായിരുന്നു. ലൈക്ക് ഇത് ഗ്രാവിറ്റിക്ക് എഗൻസ്റ്റ് എന്തോ വെച്ചൊക്കെയാണ്. നമ്മൾ മേളിലോട്ട് കയറും തോറും നമുക്ക് തെന്നി പോവുകയാണ്, നമ്മൾ താഴേക്ക് വീഴുവാണ്. പക്ഷേ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ശരിക്കും എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. മേളിലോട്ട് കയറും തോറും നമ്മളിങ്ങനെ താഴേക്ക് വീഴുവാണ്. ഇതിന് ശേഷം ഇറങ്ങുന്നത് ഫോട്ടോഷൂട്ട് സ്പോട്ടിലാണ്. ആരൊക്കെയാ ഈ ചത്തുപോയവര്? 150 വർഷങ്ങൾക്ക് മുമ്പാ.
പ്രേതങ്ങളെയൊക്കെ കണ്ട് ഞങ്ങൾ നേരെ പോയത് ഡാഷിങ് കാറിലോട്ടാണ്. ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് റൈഡാണ്. ഏത് സ്ഥലത്ത് പോയാലും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള റൈഡാണ്. എന്താണ് കാര്യം എന്ന് എനിക്കറിയില്ല. എനിക്ക് കാർ ഓടിക്കാറിയാൻ സെൽഫായിട്ട് കാറുണ്ട്, ബട്ട് സ്റ്റിൽ ഐ ലൈക്ക് ദിസ് റൈഡ്. യൂ എന്റെ ഒരു കൈ എവിടെയാണ്? രണ്ടൂന്ന് കൈ അയച്ചു വന്നേണ്. ഇനി നമുക്ക് ഫ്ലൈൻ പൊക്കിയും തട്ടി കഴിക്കാം. ഫ്ലൈൻ മൊത്തത്തിൽ കഴിക്കാം. You think that you will get away? Well, think again, my little prey. You cannot run and cannot hide, 'cause I'm on the move with the FBI. Yeah, check it out, yo. Take it down, come on. What? Yeah. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ടാറ്റാ, ബൈ ബൈ.